ഫിഷ് പ്രിസർവേഷൻ അല്ലെങ്കിൽ ഫിഷ് പ്രോസസ്സിങ്ങിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഫിഷിനെ കൂടുതൽ സ്പോയിൽഡ് ആവാതെ കൂടുതൽ നാളത്തേക്ക് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതിനുള്ള പോയി ഉള്ള ടെക്നിക്സ് ആണ് പ്രധാനപ്പെട്ട ഫിഷ് പ്രോസസ്സിങ് ആൻഡ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞതിൽ നമ്മൾ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രിസർവേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി കീപ്പിംഗ് ദ ഫിഷ് ഇൻ എ കണ്ടീഷൻ ഹോൾസം. ഹോൾസം എന്ന വാക്കിനർത്ഥം ഹെൽത്തി എന്ന മീനിങ് ആണ്. ആൻഡ് ഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംഷൻ ഫോർ എ ഷോർട്ട് പീരീഡ് ഓർ ലോങ്ങർ പീരീഡ്. രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, ഫിഷിനെ ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യണം, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഹെൽത്തി ഫോർ ദ ഹ്യൂമൻ ബീങ്. മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം ഉള്ളതായിരിക്കണം. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ട്. ഹലോ, ഉണ്ടായിരുന്നു. അത് അതെ തന്നെ. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാറിവാനേഴ്സ് കോളേജിലെ ഒരു വൈസ് പ്രിൻസിപ്പള് ഒരു ടോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ 2-3 ടോക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വെബിനാർ സീരീസ് പോലെ. അത് മോഡേൺ ടെക്നിക്സ് ഇൻ റിസർച്ച് മെത്തഡോളജി അങ്ങനെ എന്തൊക്കെയാണ്, ലേറ്റസ്റ്റ് ട്രെൻഡ്സ് ഇൻ റിസർച്ച് മെത്തഡോ, അങ്ങനെയാണ് ജോബിൻ സാറ് പറഞ്ഞത്. അപ്പൊ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ എല്ലാവർക്കും പറ്റുന്ന സാധനമാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്കൊരു വെബിനാർ പോലെ അതെ 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 അതെ. എന്തിനെ കുറിച്ച് വേണമെങ്കിലും ആവാം. അവരുടെ റിസർച്ച് എന്ത് വേണമെങ്കിലും ആവാം. അതിൻ്റെ അത് വിഷയമൊന്നുമില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു വൈഡായിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കണം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ആർട്സുകാർക്ക് മാത്രമേ യൂസ്ഫുൾ, അല്ലെങ്കിൽ സയൻസുകാർക്ക് എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ ഓക്കെ കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, ഓക്കെ. അപ്പൊ പ്രിസർവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് കീപ്പിംഗ് ദ ഫിഷ് ഇൻ എ ഹോൾസം കണ്ടീഷൻ. ഈ ഹോൾസം പറഞ്ഞു ഹെൽത്തി എന്നുള്ള മീനിങ് ആണ്. ആൻഡ് ഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ, മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള രീതിയിൽ ഫിഷിനെ കീപ്പ് ചെയ്യാം. ആൻഡ് രണ്ടാമത്തെ ഒരു പോയിന്റ്, ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പ്രിസർവേഷൻ ദ ഫിഷ് ഈസ് കെപ്റ്റ് ആസ് ഫ്രഷ് ആസ് പോസിബിൾ. നമ്മൾ മത്സ്യം കിട്ടിക്കഴിയുമ്പോൾ അതിന് നമ്മൾ ഏറ്റവും നമുക്ക് രുചികരമായ രീതിയിലായിരിക്കണം അത് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് പലപ്പോഴും അത് കഴിക്കാൻ ഒരു രുചിയുമില്ല. പലപ്പോഴും ഒത്തിരി അധികം ഐസൊക്കെ ഇട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ന് വരെ ഇടുന്ന പല ഐസുകളും ഒക്കെ ഫോർമിലൊക്കെ ഉള്ള ഐസുകളാണ്. അപ്പം അങ്ങനത്തെ ഐസൊക്കെ ഇട്ട് കഴിഞ്ഞ ഫിഷൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം രുചിയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവും. അപ്പം അത് പലപ്പോഴും ഒരു രസവും ഉണ്ടാവില്ല. ഫിഷ് കാശ് കൊടുത്ത് ഒത്തിരി നമുക്കറിയാം ഫിഷ് പലതിനും നല്ല കാശാണ്. അപ്പോൾ അങ്ങനെ കാശ് കൊടുത്ത് ഫിഷ് വാങ്ങിയിട്ട് നമുക്ക് ഉപകാരമില്ലാത്ത രീതിയിലുള്ള അവസ്ഥയിലോട്ട് ആവരുത്. അപ്പോൾ ഇതാണ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പ്രിസർവേഷൻ ഫിഷ് ഈസ് കെപ്റ്റ് ആസ് ഫ്രഷ് ആസ് പോസിബിൾ വിത്ത് മിനിമം ലോസ് ഇൻ ഫ്ലേവർ. അതിൻ്റെ രുചി പോകാൻ പാടില്ല, രുചിയും മണമൊന്നും പോകാൻ പാടില്ല, ടേസ്റ്റ് പോകാൻ പാടില്ല. അതിൻ്റെ ഷേപ്പിൽ ഫോം, ഇപ്പം നിങ്ങൾക്കറിയാം ഒരു ചീഞ്ഞ മത്സ്യം എടുത്തിട്ടും ഫിഷ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നറിയാം. അതിൻ്റെ ഒരു നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ചീഞ്ഞതാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഫോമിന് വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ന്യൂട്രീറ്റീവ് വാല്യൂ, ന്യൂട്രിയൻസ് ഒന്നും നഷ്ടപ്പെട്ടുണ്ടാകാൻ പാടില്ല. വെയിറ്റ് ആൻഡ് ഡൈജസ്റ്റബിലിറ്റി ഓഫ് ദ ഫ്ലഷ്, ആ ഫ്ലഷ് അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ അകത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിൽ ഫിഷിൻ്റെ വെയിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫാമറെ സംബന്ധിച്ച് നഷ്ടമാണ്. അപ്പോൾ ദെൻ ഡൈജസ്റ്റബിലിറ്റി ഓഫ് ദ ഫ്ലഷ്, അതായത് അതിൻ്റെ മാംസം കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ആ കഴിക്കുന്ന കൺസ്യൂമറിന് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി പ്രിസർവേഷനിൽ നമ്മൾ ഊന്നൽ നൽകുന്നത്. ഇനി എല്ലായിടത്തും പ്രിസർവേഷൻ്റെ ആവശ്യമില്ല. കാരണം ഒന്നും ഉദാഹരണമായിട്ട് നമ്മുടെ നാട്ടിലെന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ കൺട്രിയാണ്. അങ്ങനെ ഒരു ട്രോപ്പിക്കൽ കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ ട്രോപ്പിക്കൽ കൺട്രിയിൽ പൊതുവെ ഹൈ ടെമ്പറേച്ചർ, ഇപ്പോൾ തന്നെ നമ്മുടെ ഒരു ടെമ്പറേച്ചർ നോക്കിയാൽ ഏതാണ്ട് 36 ഇതൊക്കെ ആയിരിക്കും ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ആ ഒരു ടെമ്പറേച്ചറിൽ ഫിഷ് വളരെ പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോവും, സ്പോയിൽഡായിപ്പോവും. പക്ഷെ അതല്ല അവസ്ഥ. ഇപ്പം നിങ്ങൾ ആർട്ടിക് കൺട്രീസിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഐസ്ലാൻഡ് അല്ലെങ്കിൽ നോർവേ അങ്ങനെയുള്ള പ്രദേശങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ മിക്കവാറും സമയത്ത് കോൾഡാണ്.
ഒരു നിയർലി 1 ഡിഗ്രി അല്ലെങ്കിൽ -0 ഡിഗ്രി ടെമ്പറേച്ചറിന് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് പലതും ആർട്ടിക് റീജിയൻ. ഇപ്പോൾ സ്വീഡൻ, നോർവേ, ഐസ്ലാൻഡ് അങ്ങനെയുള്ള പ്രദേശങ്ങൾ. അപ്പോൾ അത്തരം റീജിയനിൽ ചിലപ്പോൾ പ്രിസർവേഷന്റെ ആവശ്യം തന്നെ വരുന്നില്ല. ഇൻ ആർട്ടിക് സോൺ ദ ലാൻഡഡ് ഫിഷ് ഈസ് റാപ്പിഡ്ലി ഫ്രോസൺ ഡ്യൂ ടു എക്സ്ട്രീം ക്ലൈമറ്റ്. നമ്മൊരു ഫിഷിനെ വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് എടുത്തു കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഫിഷ് ഐസായിട്ടുണ്ടാവും. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ നിയർ 4 ഡിഗ്രിയോ 5 ഡിഗ്രിയോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ 0 ഡിഗ്രിയോ അല്ലെങ്കിൽ അതിന് താഴെയോ ആയിരിക്കാം. അപ്പൊ അത്തരം ടെമ്പറേച്ചറിൽ ഫിഷ് പ്രിസർവ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഫിഷ് ഡെഡ് ആയത് അവിടെ കിടന്ന് അങ്ങനെ തന്നെ കിടന്നോളും. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളിലുണ്ട്. അപ്പൊ ടെമ്പറേറ്റ് ക്ലൈമറ്റ് ഓൾസോ നീഡ് ഫോർ പ്രിസർവേഷൻ ഈസ് നോട്ട് സോ പ്രസിംഗ്. എന്ത് പറ്റി? ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ വേറെ രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. OBS എന്ന് പറഞ്ഞൊരു ഒരു വേറൊരു സോഫ്റ്റ്വെയർ വെച്ചാ. അപ്പൊ ഈ മീറ്റിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒത്തിരി സ്പേസ് എടുക്കുന്നുണ്ട്. പിന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പൊ അപ്പോഴും തന്നെ നമുക്കൊരു 200 MB പോകും. പിന്നെ അതിന്റെ ക്വാളിറ്റി ഇത്തിരി കുറവാണ്. അതാണ് ഞാൻ OBS എന്ന് പറഞ്ഞൊരു വേറൊരു സോഫ്റ്റ്വെയർ വെച്ചാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ഇത്തിരി കൂടി ക്വാളിറ്റി അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ റെക്കോർഡ് ഓപ്ഷൻ ഇപ്പൊ കൊടുക്കാത്തത്. മാത്രമല്ല കുറെ വീഡിയോ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ഗൂഗിൾ ഡ്രൈവിന്റെ സ്പേസ് കുറഞ്ഞു വരുന്നത്. അതും ഒരു പ്രശ്നമാണ്. ഒരു 15 GB വരെയൊക്കെ അല്ലേ തരുള്ളൂ. ഇപ്പോ ഞങ്ങൾക്ക് ദേവമാതയുടെ ഒരു പേരിലുള്ള Gmail ID ആയതുകൊണ്ട് അതിലും കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷെ എത്ര നമുക്ക് അവൈലബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഞാനിപ്പോ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ടെമ്പറേറ്റ് ക്ലൈമറ്റ് എടുത്തു കഴിഞ്ഞാൽ ടെമ്പറേറ്റ് ക്ലൈമറ്റിലും ഇത്രയും പ്രിസർവേഷൻ ഇത്രയും പ്രോബ്ലം ഇല്ല. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ മിക്കവാറും ടെമ്പറേറ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രിയിൽ താഴെയായിരിക്കും മിക്കവാറും എല്ലാ ടെമ്പറേറ്റ് കൺട്രീസിലെയും ക്ലൈമറ്റ് എന്ന് പറയുന്നത്. യൂറോപ്പ് നിങ്ങളിപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ ഒക്കെ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. മിക്കവാറും ഒരു 10 ഡിഗ്രി ആ റേഞ്ചിലൊക്കെ ആയിരിക്കും പല യൂറോപ്യൻ കൺട്രീസിലെയും ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയും ഫിഷ് പെട്ടെന്നൊന്നും സ്പോയിൽഡ് ആവുന്നില്ല. അപ്പൊ ആർട്ടിക് കൺട്രീസിൽ ഓക്കെയാണ്, പോളാർ കൺട്രീസിൽ ഓക്കെയാണ്, ടെമ്പറേറ്റ് കൺട്രീസിന് വലിയ പ്രശ്നമില്ല. പക്ഷേ കമ്മിങ് ടു ട്രോപ്പിക്കൽ കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ആഫ്രിക്ക or most of the Asian countries, the spoilage of fish can take place very fast. വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവർക്ക് റാപ്പിഡ് ആയിട്ട് സംഭവിക്കാം. സോ ഫിഷ് മസ്റ്റ് ബി പ്രിസർവ്ഡ് സൂൺ ആഫ്റ്റർ ദ ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ഫിഷിനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഫിഷിനെ നമ്മൾ പ്രിസർവ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. Then fish preservation helps in maintaining a steady supply of fish in the market throughout the year. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഫിഷ് പ്രിസർവ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതാണ്. ഫിഷിനെ പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഫിഷ് നമുക്കിപ്പോൾ ചില സമയത്ത് നമുക്ക് ഫിഷ് കിട്ടില്ല. അപ്പോൾ മഴക്കാലത്ത് ചിലപ്പോൾ അധികം ഫിഷിങ്ങിനൊന്നും പോകാൻ സാധിക്കാത്ത സമയങ്ങളുണ്ടാവും. ആ സമയത്ത് ഫിഷർമാൻമാര് കടലിൽ പോകാരെന്നൊക്കെ നമ്മൾ TV-യിലും റേഡിയോയിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഫിഷ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫിഷിനെ പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ പ്രിസർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ ഫിഷിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഫിഷ് പ്രിസർവേഷൻ്റെ ഒരു ആവശ്യകത അവിടെയാണ്. കാരണം എന്താ, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ സ്റ്റഡി സപ്ലൈ ഓഫ് ഫിഷ്. ചില സമയത്ത് വളരെ കുറച്ച് ഫിഷേ കിട്ടുള്ളൂ, ചില സമയത്ത് ആവശ്യത്തിലും അധികം ഫിഷ് കിട്ടും. അപ്പൊ ആവശ്യത്തിലധികം ഫിഷ് കിട്ടുമ്പോൾ അതിനെ നമ്മൾ പ്രിസർവ് ചെയ്താലും മാത്രമേ സപ്ലൈ കുറവുള്ള സമയത്ത് അതെടുത്ത് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. Then all processes which inhibit fish spoilage such as refrigeration, curing, dehydration, pickling, smoking, chemical preservatives, canning, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഫിഷ് പ്രിസർവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പല ടെക്നിക്സ്. നമ്മൾ ഇനിയുള്ള സ്ലൈഡ്സിൽ ആ ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇനി നോർമലി റെഫ്രിജറേഷൻ ആണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ തന്നെ നമ്മൾ ഫിഷിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ കുറച്ച് ദിവസത്തേക്ക് 3-4 ദിവസത്തോ അല്ലെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫിഷിനെ വേണമെങ്കിൽ റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാം. അതും കഴിഞ്ഞ് കീപ്പ് ചെയ്യുമ്പോൾ പലപ്പോൾ ചിലപ്പോൾ ചില സമയത്ത് വേണ്ട പോലെ തീ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. സോ അറ്റ് റൂം എന്താണ് ബേസിക്കലി റെഫ്രിജറേഷൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ റൂം ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ സംഭവിക്കുന്ന ഓട്ടോലൈസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എൻസൈമാറ്റിക് ഇതാണ്, ഈ സ്പോയിലേജ് ആണ്. ബേസിക്കലി എൻസൈമാറ്റിക് സ്പോയിലേജ് ആണ്. കാരണം നമ്മുടെ ഇതിൽ അഡിനോസിൻ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, അഡിനോസിൻ ഫോസ്ഫറ്റേസ്.
അഡിനേസിൻ ഫോസ്ഫറ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ഇറ്റ് ഈസ് ആക്റ്റീവ് അറ്റ് നോർമൽ റൂം ടെമ്പറേച്ചർ. അത് ATPനെ ADP എന്ന് പറഞ്ഞതായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ATP ആയിട്ട് മാറുമ്പോഴേക്കും ഒരു അഡിനോസിനും ഒരു അഡിനിനും അഡിനോസിനും ഫോം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി അപ്പൊ ബേസിക്കലി ഈ റൂം ടെമ്പറേച്ചറിൽ സംഭവിക്കുന്നത് ഈ എൻസൈംസ് ഒക്കെ വളരെ ആക്റ്റീവ് ആയിരിക്കും. എൻസൈംസ് വളരെ ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ ഈ ATPയുടെ ബ്രേക്ക് ഡൗണും മറ്റുള്ള മസിൽസിന്റെ ബ്രേക്ക് ഡൗണും ഒക്കെ സംഭവിക്കത്തുള്ളൂ. അപ്പൊ എൻസൈം ആക്റ്റീവ് ആക്കാതിരുന്നാൽ, എൻസൈമിന് ഇനാക്റ്റീവ് ആയിട്ട് കീപ്പ് ചെയ്യുക, അതാണ് നമ്മൾ കൂളിംഗ് വഴി അല്ലെങ്കിൽ റെഫ്രിജറേഷൻ വഴി നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ലോവർ ടെമ്പറേച്ചറിൽ എൻസൈം ഒരിക്കലും ആക്റ്റീവ് ആയിരിക്കത്തില്ല. സോ അപ്പോൾ അറ്റ് ലോവർ ടെമ്പറേച്ചർ ദ ആക്ടിവിറ്റി ഓഫ് ദ എൻസൈം ഇസ് ലോ ഡൗൺ. ഫർദർ at room temperature, normal temperature, lag phase of bacteria lasts for few hours. ലാഗ് ഫേസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാനുള്ള സമയം. അതാണ് അത് ആദ്യം ചിലപ്പോൾ 1-2 ബാക്ടീരിയയിൽ നിന്ന് ഒരു 1000 ബാക്ടീരിയ അല്ലെങ്കിൽ 10,000 ബാക്ടീരിയ ആവാനെടുക്കുന്ന സമയം. ആ സമയം ആണത് ഏകദേശം ഫ്യൂ അവേഴ്സ് മാത്രം മതി. പക്ഷേ നമ്മളത് റെഫ്രിജറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ചിലപ്പോൾ 5 മണിക്കൂർ എന്നുള്ളതിനെ നമുക്ക് ചിലപ്പോൾ 50 മണിക്കൂറൊക്കെ ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അത് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു നിശ്ചിത പോപ്പുലേഷൻ ആവാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് നമ്മൾ ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ഇപ്പം നോർമലി 4 to 5 അവേഴ്സ് എന്നുള്ളത് നമുക്ക് 50 അവേഴ്സോ 40 അവേഴ്സോ ഒക്കെ ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പം അത്ര ദിവസമൊക്കെ ആ ബാക്ടീരിയ ഫിഷിനെ സ്പോയിലേജ് ഉണ്ടാക്കാതെ അത് കീപ്പ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ റെഫ്രിജറേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ദ ടെക്നിക് ഓഫ് റെഫ്രിജറേഷൻ യൂസസ് ലോ ടെമ്പറേച്ചർ. By cooling, we are decreasing the activity of enzyme and we are also decreasing the rate of multiplication of the bacteria. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. The lower temperature not only retards enzyme activity but also increase the span of lag phase. Increase the span of lag phase എന്ന് പറഞ്ഞാൽ we will be decreasing the activity of the bacteria or microorganism, thereby പ്രിവെന്റിങ് ദ സ്പോയിലേജ് ഓഫ് ഫിഷ്. അപ്പം അങ്ങനെ 2 കാര്യമാണ് പ്രധാനമായിട്ട് റെഫ്രിജറേഷൻ ചെയ്യുന്നത്. അറ്റ് 0 ഡിഗ്രി ദ ലാഗ് ഫേസ് ഈസ് എക്സ്റ്റെൻഡ് ടു സെവറൽ ഡേയ്സ്. അപ്പോൾ നമ്മൾ 0 ഡിഗ്രിയിലാണ് ഫിഷിനെ കീപ്പ് ചെയ്യണമെങ്കിൽ സാധാരണ 4-5 മണിക്കൂർ കൊണ്ട് സ്പോയിൽഡ് ആവുന്ന ഒരു ഫിഷ് കുറേ ദിവസത്തേക്ക് സ്പോയിൽഡ് ആവാതെ, മൈക്രോ ഓർഗാനിസത്തിന്റെ അറ്റാക്ക് ഇല്ലാതെ അതിനെ കീപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ബൈ ലോവറിംഗ് ടെമ്പറേച്ചർ സ്റ്റിൽ ഫർദർ, ചിലപ്പോൾ നോർമലായിട്ടൊരു 0 ഡിഗ്രിയിലൊക്കെയാണ് നമ്മൾ ലാഗ് ഫേസ് വരുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഫിഷ് ഡെഡ് ചെയ്യാതെ നിൽക്കുന്നോളും. ഇനി നമ്മൾ ഫിഷിനെ ഒരു -20 ആ ഒരു ലെവലിലോട്ടൊക്കെ ഫിഷിനെ പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മാസങ്ങളോളം ചിലപ്പോൾ ഫിഷിനെ കീപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് -20ക്ക് മുകളിലുള്ള ടെമ്പറേച്ചറാണ് ഡീപ് ഫ്രീസിങ് എന്ന് പറയുന്നത്. ഡീപ് ഫ്രീസിങ് ഓർ ക്വിക്ക് ഫ്രീസിങ് ടു -40 ഡിഗ്രി ഡിസ്ട്രോയ് മെനി സ്ട്രെയിൻസ് ഓഫ് ബാക്ടീരിയ. അപ്പോൾ ആ ഒരു ലെവലിൽ ഒട്ടുമിക്ക നോർമൽ ബാക്ടീരിയ, അന്തരീക്ഷത്തിൽ കാണുന്ന ഒട്ടുമിക്ക ബാക്ടീരിയക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കത്തില്ല. ആൻഡ് ക്വിക്ക് ഫ്രീസിംഗ് ഡസ് നോട്ട് ബ്രിങ് ഡീനാച്ചുറേഷൻ ഓഫ് ഫ്ലഷ് ആൻഡ് ഫിഷ് intended for a and the denaturation fish intended for a long storage have to be quick frozen. എന്താണ് ഡീപ് ഫ്രീസിങ്, ക്വിക്ക് ഫ്രീസിങ്? ഡീപ് ഫ്രീസിങ് കൊണ്ടും ക്വിക്ക് ഫ്രീസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഡൻ ആയിട്ട് ഫിഷിനെ ക്യൂർ ചെയ്യാം. വളരെ ഫാസ്റ്റ് ആയിട്ട് ഫിഷിനെ ക്യൂർ ചെയ്യുന്നതിനാണ്, ഫിഷിനെ ഫ്രീസ് ചെയ്യുന്നതിനാണ് ക്വിക്ക് ഫ്രീസിങ് എന്ന് പറയുന്നത്. അതായത് ഫിഷ് നമ്മൾ കടലിൽ നിന്ന് എടുത്തു, നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്തു, അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒരു ഹൈ സ്പീഡിൽ ഐസ് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന ചില മെഷീൻസ് ഉണ്ട്. ആ മെഷീൻ കൊണ്ട് ഐസ് സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഫിഷിന്റെ ബോഡി അങ്ങോട്ട് ഒരു എന്താ പറയുക, ഒരു നോർമൽ 30 ഡിഗ്രിയിലൊക്കെ ആണെങ്കിൽ 25 ഡിഗ്രിയിലിരിക്കുന്ന ഫിഷിന്റെ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് സമയം കൊണ്ട് തന്നെ 0 ഡിഗ്രിയിലോട്ട് വരും. എന്ന് വെച്ചാൽ അവൻ്റെ ആ ഫിഷ് ഡെഡായി അതിലുള്ള ബാക്ടീരിയക്കും അതിലുള്ള എൻസൈംസിനും അതിൻ്റെ മാംസത്തിൽ ആക്ട് ചെയ്യാൻ എന്നുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഫിഷിനെ നമ്മൾ ഫ്രോസൺ ആക്കി മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ബാക്ടീരിയയുടെ ആക്ടിവിറ്റിയും ഇല്ല, എൻസൈംസിന്റെ ആക്ടിവിറ്റിയും ഇല്ല, ഫിഷ് ഏകദേശം വളരെ ഇൻടാക്റ്റ് ആയിട്ട് അവിടെ നിന്നോളും. അങ്ങനെ ക്വിക്ക് ഫ്രീസ് ചെയ്യുന്ന ഫിഷാണ് പലപ്പോഴും മാസങ്ങളോളം നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ടെക്നിക്കാണ് ക്വിക്ക് ഫ്രീസിങ് എന്ന് പറയുന്നത്. ലോങ് ടേം സ്റ്റോറേജിന് ഉപയോഗിക്കുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും ക്വിക്ക് ഫ്രീസിങ് ആണ് നമ്മൾ സാധാരണ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഡീപ് ഫ്രീസറുകളുണ്ട്,
അതുപോലെ കുറേ നേരത്തെ നമ്മൾ ഫിഷ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോർമലി ഇത് ഐസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മണിക്കൂറൊക്കെയാണ് ഫിഷ് സാധാരണ ഇതിൽ ഒരു 2-3 മണിക്കൂർ 4-5 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഫിഷിന് ചിലപ്പോൾ 10 മണിക്കൂറോ 15 മണിക്കൂർ 24 മണിക്കൂർ വരെയൊക്കെ നമുക്കിങ്ങനെ ഐസ് ഇട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫിഷർമാൻമാർ ഇവർ ഐസ് വാങ്ങിച്ച് ഇടുന്നത്. ഈ ഐസിലും ഒരുപാട് മാലിന്യങ്ങളൊക്കെ ചേർത്ത് പ്രത്യേകിച്ച് ഫോർമുലിനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ആ ഐസ് ഇട്ടാലുള്ള എഫക്റ്റ് ഐസ് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അത് ഒരു എന്താ പറയുക ഒരു ഹാംഫുൾ ഒന്നും അല്ല ഐസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഐസിൽ ഫോർമുല കൊണ്ട് ചേർത്ത് കഴിയുമ്പോൾ അത് ഒട്ടും ഫിഷ് ഒട്ടും ചെയ്യത്തില്ല. പക്ഷെ ആ ഫോർമുല ഹ്യൂമൻ ബോഡിക്ക് ഹാംഫുള്ളാണ്. അത് നമുക്ക് പല രീതിയിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആളുകളെ സംബന്ധിച്ച് പലപ്പോഴും ലാഭം മാത്രമാണ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നഷ്ടമുണ്ടോ എന്നൊന്നും അവരുടെ ജീവന് ഭീഷണി ഉണ്ടോ എന്നൊന്നും അവർ അന്വേഷിക്കുന്നില്ല. അപ്പം ആ രീതിയിലുള്ള അപ്രോച്ചാണ് പലപ്പോഴും നമ്മൾ ഈ ഫിഷർമാൻ ഭാഗത്ത് നിന്നൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം ചില ആളുകളുടെ കടയിൽ നിന്നൊക്കെ ഫിഷ് വാങ്ങിച്ചാൽ ഒരു രുചി ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. പലപ്പോഴും ഈ ഫോർമുലിൻ ഐസൊക്കെ ഇട്ട് കൊണ്ടുവരുന്നതുകൊണ്ടാണ്. നല്ല രീതിയിലുള്ള പ്രിസർവ് ചെയ്ത ഫിഷ് ആണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു രുചി എപ്പോഴും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇനി ക്യൂറിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ക്യൂറിങ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2-3 ടെക്നിക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സൺ ഡ്രൈയിങ്, ഡ്രൈ സോൾട്ടിങ്, മെക്കാനിക്കൽ ഡ്രൈയിങ്, ബ്രൈനിങ്, സ്മോക്കിംഗ് ആൻഡ് പിക്കിളിങ്. ഇങ്ങനെ 3-4 ടെക്നിക്സ് ആണ് സാധാരണ ഇതിൽ ക്യൂറിങ് എന്ന് പറയുന്ന ആ ഒരു മാർഗത്തിൽ നമുക്കുള്ളത്. ഓക്കെ, ഇനി ഇതിൽ ഓബ്ജക്റ്റ് ഇപ്പം എന്താണ് ഈ ക്യൂറിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്? പ്രധാനമായിട്ടും നമ്മൾ ക്യൂറിങ്ങിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു വിത്ഡ്രോ ദ നാച്ചുറൽ മോയ്സ്ചർ ഫ്രം ദ ടിഷ്യൂ സെൽ. ഫിഷിന്റെ ടിഷ്യൂ സെൽസിലുള്ള നാച്ചുറൽ മോയ്സ്ചർ അതായത് വെള്ളത്തിന്റെ അംശം കുറയ്ക്കുക. വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്ടീരിയക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വെള്ളം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയക്ക് എന്നത് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ബേസിക്കലി നമ്മൾ ഉണക്കുന്ന എല്ലാ രീതിയിലുള്ള ഡ്രൈയിങ് പ്രോസസ്സിന്റെയും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂറിങ്ങിൽ എല്ലാ ടൈപ്പ് ക്യൂറിങ്ങിലും ഏതെങ്കിലും ഫോം ഓഫ് ഡ്രൈയിങ് ഉണ്ട്. ചിലതിൽ വെയിലത്തിട്ട് ഉണക്കുന്നതാണ്, സൺ ഡ്രൈയിങ് എന്ന് പറയുന്നതാണ്. ചിലതിൽ ഉപ്പിട്ട് ഉണക്കുന്നതാണ്, ചിലത് സ്മോക്ക് ചെയ്യുന്നതാണ്. എല്ലാ ടെക്നിക്കലും സം കൈൻഡ് ഓഫ് ഡ്രൈയിങ് ഈസ് ദ ആൻഡ് പർപ്പസ് ഓഫ് എനി കൈൻഡ് ഓഫ് ഡ്രൈയിങ് ഈസ് ടു റിമൂവ് ദ വാട്ടർ ഫ്രം ദ ബോഡി ഓഫ് ദ ഫിഷ്. ഫിഷിന്റെ ബോഡിയിൽ നിന്ന് വാട്ടർ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് പ്രധാനമായിട്ടും ഇവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫിഷിന് അതിൻ്റെ ഉള്ള മൈക്രോ ഓർഗാനിസത്തിനോ ബാക്ടീരിയക്കോ എൻസൈംസിനോ ഒക്കെ ആക്ട് ചെയ്യാനുള്ള ഒരു മീഡിയം അവിടെ ഇല്ല. അതുകൊണ്ട് ആ ബാക്ടീരിയയും എൻസൈംസും ഒന്നും അതിൻ്റെ ബോഡിയിൽ മസിൽസിൽ ആക്ട് ചെയ്യത്തില്ല. അത് ഡെഡ് ചെയ്യാതെ അങ്ങനെ തന്നെ ഇരിക്കും. ടു ഒബ്റ്റെയിൻ ഹോൾസം ക്യൂർ ഡ്രൈയിങ് പ്രോസസ് ഷുഡ് ബി റാപ്പിഡ് ആൻഡ് തറവ്. വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ തറവായിട്ടുള്ള ഡ്രൈയിങ് പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ദെൻ ദിസ് കെയർ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഹീറ്റ്, ഡ്രൈ എയർ ആൻഡ് സോൾട്ട്. അപ്പം 3 രീതിയിലാണ് സാധാരണ നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നത്. ഒന്ന് ഹീറ്റ് അപ്ലൈ ചെയ്യുക, ഡ്രൈ എയർ അപ്ലൈ ചെയ്യുക, സോൾട്ട് ഇടുക, അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുക. ദെൻ ടൈപ്പ് ഓഫ് ക്യൂർ ഡിപ്പെൻഡ്സ് ഓൺ ദ കൈൻഡ് ഓഫ് ഫിഷ്, ക്ലൈമറ്റ്, മെറ്റീരിയൽസ് അവൈലബിൾ ഫോർ ക്യൂറിങ്, ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് ഫിഷ് ഈസ് ടു ബി കെപ്റ്റ്, ആൻഡ് ഫൈനലി ഓൺ ദ റിക്വയർമെന്റ്സ് ഓഫ് ദ മാർക്കറ്റ്. അപ്പം എന്തുമാത്രം ഏത് ടൈപ്പ് ഓഫ് ക്യൂർ ആണ് നമുക്ക് ഏറ്റവും നല്ലത്, ഏത് രീതിയിൽ ഉണക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അത് ഓരോ മാർക്കറ്റിന്റെ ഡിമാൻഡാണ് പ്രൈമറിലി ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ കാലാവസ്ഥയും അത് കുറച്ചൊക്കെ ഡിസൈഡ് ചെയ്യും. ചിലയിടത്ത് നമുക്ക് ഒരുപാട് മഴയുള്ള പ്രദേശത്താണെങ്കിൽ നമുക്ക് ഉണക്കി വെയിലത്തിട്ട് ഉണക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യത്തിന് വെയിൽ കിട്ടാത്ത ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് വെയിലത്തിട്ട് ഉണക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ക്യൂറിങ്ങിന്റെ കേസിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ഇങ്ങനത്തെ ഉണക്കി ഫിഷിനെ കീപ്പ് ചെയ്യുന്ന ഒരു രീതി ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ട് കാണുന്നതാണ്. നിങ്ങൾ മിക്കവാറും തീരപ്രദേശങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ആ ഒരു ഫിഷിനെ ഈ രീതിയിൽ ഉണക്കി സൂക്ഷിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില ടെക്നിക്സുകളാണ് ഈ ക്യൂറിങ്ങിന്റെ കേസിൽ നമ്മൾ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ സൺ ഡ്രൈയിങ് ഇൻ ദ സൺ ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ക്യൂറിങ് ആൻഡ് ഓൾസോ ദ ബെസ്റ്റ് ബിക്കോസ് ന്യൂട്രിയൻസ് ആർ നോട്ട് ലോസ്റ്റ് ഫ്രം ദ സെൽ. അതായത് ഈ ഒരു മെത്തേഡിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ന്യൂട്രിയൻസ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതാണ് സൺ ഡ്രൈയിങ്ങിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബട്ട് എ ഗുഡ് ക്യൂർ ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് എക്സ്റ്റീരിയർ ഓഫ് ദ തിക് ടിഷ്യൂ ഹാർഡൻസ്, ദ ഇന്റീരിയർ റിമെയിൻസ് സ്മോൾ. ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. സൺ ഡ്രൈയിങ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ മത്സ്യത്തിന്റെ പുറമേയുള്ള ശരീരമൊക്കെ വളരെ ഡ്രൈ ആയിട്ടുണ്ടാകും,
ഉള്ളിലോട്ടുള്ള മാംസഭാഗങ്ങൾ വളരെ ഡ്രൈ ആവാതെ വളരെ സോഫ്റ്റ് ആൻഡ് ആയിട്ട് തന്നെ ഇരിക്കുന്നത് കാണാൻ പറ്റും. സോഫ്റ്റ് ആൻഡ് വെറ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. അത് സൺ ഡ്രൈയിങ്ങിന്റെ ഒരു വലിയൊരു പോരായ്മയായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ദെൻ ക്യൂറിങ് വിത്ത് സോൾട്ട്. ഇവിടെ രണ്ട് രീതിയിലുള്ളതാണ്. ഡ്രൈ ക്യൂർ ഉണ്ട്, വെറ്റ് ക്യൂർ ഉണ്ട്. ഡ്രൈ ക്യൂർ ഈസ് ഫോർ ദ ലാർജ് ഫിഷ് ലൈക്ക് സിയർ ഫിഷ്, പെർച്ചസ് ആൻഡ് പോംഫ്രെറ്റ്, അങ്ങനെയുള്ള വലിപ്പം കൂടിയ ഫിഷുകൾക്കാണ് ഈ ഡ്രൈ ക്യൂർ എന്ന് പറയുന്ന മെത്തേഡ് സാധാരണ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഫിഷിനെ ആദ്യം തന്നെ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഡോർസൽ ലൈനിൽ മുതുക വഴി ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ റൂട്ട് തൊട്ട് തലവരെയുള്ള ഭാഗം കട്ട് ചെയ്ത് അതിലേക്ക് ധാരാളം ഐസ് നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ഐസ് ആഡ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ കുടലും മാശയും ഒക്കെ എടുത്ത് കളയുകയും ചെയ്യും. അതുപോലെ ഗിൽസും എടുത്ത് കളയുകയും ചെയ്യും. കാരണം ഇവിടെയൊക്കെ ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവും. അതുകൊണ്ടാണ് കുടലും ഗിൽസും ഒക്കെ എടുത്ത് കളയാനുള്ള ഒരു ഉദ്ദേശം. അപ്പം അങ്ങനെ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഫിഷിനെ ആ രീതിയിൽ തന്നെ നമുക്ക് കീപ്പ് ചെയ്യണം. ദെൻ പ്രൊപ്പോർഷൻ ഓഫ് സോൾട്ട് ആൻഡ് ഫിഷ് ബൈ വെയിറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ 1:5 അല്ലെങ്കിൽ 1:10. ചിലപ്പോൾ ഒരു ഫിഷിന് 1 കിലോഗ്രാം ഫിഷിന് 5 കിലോഗ്രാം ഐസ് എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ യൂസ് ചെയ്യുന്ന വഴിയാണ് നമുക്ക് ഫിഷിനെ ഉപ്പിട്ട് ഉണക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഫിഷ് ഇസ് ദെൻ അറേഞ്ച്ഡ് ഇൻ സോൾട്ടിംഗ് റിസെപ്റ്റക്കിൾസ് സച്ച് ആസ് ഹാഫ് ബാർബിൾസ്, ട്യൂബ്സ് ആൻഡ് സ്മോൾ ഡഗ് ഔട്ട് കാനോസ്. ഇപ്പോൾ എവിടെയെങ്കിലും ഉപ്പിട്ട് ഉണക്കുന്ന രീതി നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഉപ്പിട്ട് ഉണക്കുന്ന ഒരു രീതിയാണ് ഈ പ്രധാനമായിട്ടും ഈ ഡ്രൈയിങ് ഫിഷ് എന്ന് പറയുന്ന എന്ന രീതിയിൽ. ദെൻ ഏകദേശം ഒരു 18-20 മണിക്കൂർ വരെയൊക്കെയാണ് സാധാരണ ഈ രീതിയിൽ ഫിഷിനെ നമുക്ക് ഉണക്കുന്നത്. ദെൻ ഇത് പല ദിവസം പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു വെയിലത്തട്ട് ഉണക്കി പല ദിവസങ്ങൾ കൊണ്ടാണ് ഈ സാധാരണ ഇതിൽ ഡ്രൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുന്നത്. ഇനി ഈ ഇതിന്റെ തന്നെ കുറച്ചൊരു ഭാഗം കൂടി അതും കൂടി എടുത്തിട്ട് നമുക്കിവിടെ ഈ ഇന്നത്തെ ഇവിടെ ആക്കാം. രത്നഗിരി മെത്തേഡ് എന്ന് പറയുന്നുണ്ട്. ഇത് കൊങ്കൺ ഡിസ്ട്രിക്ട്, മഹാരാഷ്ട്രയുടെ കൊങ്കൺ ഡിസ്ട്രിക്ട്സിലാണ് സാധാരണ ഇതിന്റെ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ മെത്തേഡാണ് 1 കിലോഗ്രാം ഫിഷിനെ ആദ്യം സ്പ്ലിറ്റ് ചെയ്ത ഗട്ടെല്ലാം റിമൂവ് ചെയ്യുക, ക്ലീൻ ചെയ്യുക. എന്നിട്ട് 1 കിലോഗ്രാം സോൾട്ട് ഈസ് നീഡഡ് ഫോർ എവറി 3 കിലോഗ്രാം ഫിഷ്. 3 കിലോഗ്രാം ഫിഷിന് ഏതാണ്ട് 1 കിലോഗ്രാം സോൾട്ട് എന്ന രീതിയിലാണ് അത് ആഡ് ചെയ്യുന്നത്. സോൾട്ട് വളരെ ചീപ്പായതുകൊണ്ട് അത് വലിയൊരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഐറ്റം അല്ല. അപ്പോൾ അത്രയും അധികം ഫിഷ് സോൾട്ടാണ് 1 കിലോഗ്രാം ഫിഷിന് ഉപയോഗിക്കുന്നത്. അത് നമ്മളിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് അടുക്കി ഇങ്ങനെ മുന്നോട്ട് വെച്ചേക്കും ഏകദേശം. ദെൻ അതിനുശേഷം അതിനെ നമ്മൾ സ്മോക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു രത്നഗിരി മെത്തേഡ് ഓഫ് ഫിഷ് ഫാമിംഗ് എന്ന് പറയുന്നതിൽ നമുക്ക് കാണപ്പെടുന്നത്. ദെൻ നൗ കംസ് ബ്രൈനിങ്. ബ്രൈൻ എന്ന വാക്കിനർത്ഥം സീ വാട്ടർ എന്നാണ്. ഉപ്പ് ഉള്ള വെള്ളത്തിന് ബ്രൈൻ എന്ന് പറയുന്നത്. So it involves treatment of fish with a salt solution or a brine in a container. അപ്പോൾ നമ്മൾ മാങ്ങയെല്ലാം ഉപ്പിലിടൂലേ, ദാറ്റ് സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം ഒട്ടുമിക്ക മൈക്രോ ഓർഗാനിസത്തിനും സോൾട്ട് സൊല്യൂഷൻ, ഹയർ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷനെ ടോളറേറ്റ് ചെയ്യാനുള്ള ഒരു ഇതല്ല. സോ ദേ വോണ്ട് ബി ഏബിൾ ടു ടോളറേറ്റ് ദാറ്റ്. ഇത്രയും ഉയർന്ന ഇത് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബ്രൈൻ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്. സോൾട്ട് സൊല്യൂഷനിൽ എന്തെങ്കിലും ഒരു ഫിഷിനെയോ മറ്റിതിനെയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഡീക്കേ ചെയ്യാതെ കുറേ നാളുകളോളം ഇരിക്കും. ഇതാണ് സാധാരണ. ദിസ് ഈസ് ഓഫൻ ഫൗണ്ട് യൂസ്ഫുൾ ഇൻ അസോസിയേഷൻ വിത്ത് ഫ്രീസിങ് ഓർ സ്മോക്കിംഗ്. രണ്ടും കൂടി ചേർത്തും ഉപയോഗിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ദ സ്മോക്കിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല സ്മോക്ക് ചെയ്യുന്ന ഫിഷ്. പക്ഷെ നിങ്ങൾ ഈ ലക്ഷദ്വീപിലൊക്കെ ഉള്ള ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഫിഷിനെ സ്മോക്ക് ചെയ്ത് കഴിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ലക്ഷദ്വീപിലും മാൽദ്വീപ്സിലൊക്കെയാണ് അത്തരം ഫിഷ് കൂടുതൽ സ്മോക്ക് ചെയ്യുന്നത്. ഫിഷിനെ സ്മോക്ക് ചെയ്ത് ഇങ്ങനെ എന്നിട്ട് സ്മോക്ക് ചെയ്ത ഫിഷ് നമ്മൾ ചിപ്സ് ഇങ്ങനെ കടിച്ച് തിന്നണ കാണാൻ പറ്റും. ഞാൻ 2 വർഷം മാൽദ്വീപ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിള്ളേർ ക്ലാസ്സിൽ ഈ സാധനമൊക്കെ ആയിട്ട് വരുന്ന ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിരുന്ന് ചവച്ച് തിന്നണ കാണാൻ. അപ്പോൾ അങ്ങനെ സ്മോക്ക്ഡ് ഫിഷ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രുചിയാണ് അതിന്. അപ്പോൾ എന്താണ് സ്മോക്ക്ഡ് ഫിഷിന്റെ പ്രത്യേകതകൾ, എങ്ങനെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിൽ ഫസ്റ്റ് ദ ഫിഷ് ഈസ് ക്ലീൻഡ് ആൻഡ് ബ്രൈൻഡ്. ആദ്യം ഫിഷിനെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ആർ റിമൂവിങ് ദ സ്റ്റൊമക് കണ്ടന്റ് ആൻഡ് ഗിൽസ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യും. ബാക്ടീരിയ ഒക്കെ അവിടെയാണ്. ദെൻ ഉപ്പുവെള്ളത്തിൽ കുറച്ച് നേരം ഇടും. ദെൻ ഇറ്റ് ഈസ് ദെൻ എക്സ്പോസ് ടു കോൾഡ് ഓർ ഹോട്ട് സ്മോക്ക്. 2 രീതിയിലുള്ള സ്മോക്കിംഗ് ഉണ്ട്, കോൾഡ് സ്മോക്കിംഗ് ആൻഡ് ഹോട്ട് സ്മോക്കിംഗ്.
കോൾഡ് സ്മോക്കിങ്ങിൽ ലോവർ ടെമ്പറേച്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ഹോട്ട് സ്മോക്കിങ്ങിൽ ഹയർ ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇൻ കോൾഡ് സ്മോക്കിംഗ് ഫസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് 38 degrees is raised from a smokeless fire. ഫയർ തന്നെ ഇപ്പോൾ പല രീതിയിൽ നമുക്കറിയാം, ഫയറിൽ ഒരുപാട് പുക വരാത്ത, അത് ചെറിയ രീതിയിലുള്ള ഇതേ ഉള്ളൂ, സ്മോക്കാണ് ചെയ്യുന്നത്, പക്ഷെ ഒത്തിരി പുക വരുന്നില്ല. അതാണ് ഒരു 38. ഇപ്പോൾ ആ ഒരു 38 ഡിഗ്രിയിലൊക്കെ അങ്ങനെയായിരിക്കും, കാരണം എരിഞ്ഞു കത്തുന്നു എന്ന് പറയത്തില്ല, ആ രീതിയിലുള്ള ഇതായിരിക്കും. ദെൻ ആഫ്റ്റർ ദിസ് കോൾഡ് സ്മോക്ക് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 28 ഡിഗ്രി. അപ്പൊ ആദ്യം ഒരു 38 ഡിഗ്രിയിൽ എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറിനൊക്കെ അടുത്തുള്ള ടെമ്പറേച്ചറിലാണ് സ്മോക്ക് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ചും കൂടി ലോവർ, ഓൾമോസ്റ്റ് നോർമൽ റൂം ടെമ്പറേച്ചറിൽ അത് പിന്നെ സ്മോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് സ്മോക്ക് എല്ലായിടത്തും എത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ മെത്തേഡ് ഹോട്ട് സ്മോക്കിംഗ് ആണ്. ഹോട്ട് സ്മോക്കിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്ട്രോങ് ഫയർ, വളരെ ശക്തമായ ഒരു തീയൊക്കെ ഇട്ട് വളരെയധികം പുക വരുന്ന ഒരു തീയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതൊരു 130 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് നമ്മൾ സ്മോക്ക് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ഫോളോഡ് ബൈ സ്മോക്കിംഗ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 40 ഡിഗ്രി. അപ്പോൾ ആദ്യം 130 ഡിഗ്രിയിൽ നമ്മൾ സ്മോക്ക് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് ഫോളോഡ് ബൈ സ്മോക്കിംഗ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 40 ഡിഗ്രി. ഇവിടെ നിങ്ങൾക്ക് നോക്കുക, കോൾഡ് സ്മോക്കിങ്ങിന്റെയും ഹോട്ട് സ്മോക്കിങ്ങിന്റെയും പ്രത്യേകതകളാണ്. ഒരെണ്ണം മീറ്റോ ഫിഷോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളതിൽ ആദ്യത്തെ കോൾഡ് സ്മോക്കിങ്ങിൽ അതിനുള്ള ഒരു അപ്പാരറ്റസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചെറിയ ഒരു ആദ്യം 38 ഡിഗ്രിയിൽ ചൂടാക്കുന്നു, ദെൻ ഫോളോഡ് ബൈ സ്മോക്കിംഗ് അറ്റ് 28 ഡിഗ്രി. അതേസമയം ഹോട്ട് സ്മോക്കിങ്ങിലേക്ക് വരുമ്പോഴേക്കും വി ആർ യൂസിങ് എ കമ്പാരിറ്റീവ്ലി ഹയർ ടെമ്പറേച്ചർ, 130 ഡിഗ്രി ഒക്കെ വേണം. അത്രയും ഡിഗ്രി ടെമ്പറേച്ചർ ചെയ്തതിന് ശേഷം പിന്നെ ഒരു 40 ഡിഗ്രിയിൽ പിന്നെയും അത് കീപ്പ് ചെയ്യുന്നു. ഇങ്ങനെ രണ്ട് മെത്തേഡ്സ് ആണ് സാധാരണഗതിയിൽ നമ്മൾ ഫിഷിന്റെ കേസിൽ സ്മോക്കിന്റെ കേസിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ദേ ആർ നോൺ ആസ് എ കോൾഡ് സ്മോക്കിംഗ് ആൻഡ് otherwise and also second method is known by the hot smoking. The smoke has to be wet and dense. സ്മോക്ക് ചെയ്യുന്ന സ്മോക്ക്, ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്മോക്ക് വെറ്റ് ആൻഡ് ഡെൻസ് ആയിരിക്കണം. വളരെ കണ്ടോ, ഇവിടെ സ്മോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വീടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സ്മോക്ക് ഹൗസ് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും ഇതൊക്കെ യൂറോപ്യൻ കൺട്രീസിൽ പലയിടത്തും ഇങ്ങനെയുണ്ട്. കാരണം അവിടെയൊക്കെ നമ്മൾ പോലെ ഒത്തിരി സൺലൈറ്റ് ഒന്നും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ യൂറോപ്യൻ പോളാർ റീജിയനിലോട്ട് പോകുന്ന കൺട്രീസ്, ആർട്ടിക് കൺട്രീസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ ഒരു മാർഗമേ ഉള്ളൂ. കാരണം മിക്കവാറും ടെമ്പറേച്ചർ ഒരു 10 ഡിഗ്രിയോ അതിന് താഴെയൊക്കെ ആയിരിക്കും. അപ്പൊ വലിയ ഒരു ചൂട് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്മോക്കിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കാണ്. അപ്പോൾ അവിടെ വളരെ ഡെൻസ് ഫോഗാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വളരെ ഡെൻസ് ഫോഗ് യൂസ് ചെയ്താലും മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഇത് കിട്ടൂ. കാരണം സ്മോക്ക് ഹാസ് ടു ബി ഡെൻസ് ആൻഡ് വെറ്റ്. ഫിനോൾ കണ്ടന്റ് ഓഫ് ദ സ്മോക്ക് ആക്ട് ആസ് എൻ ആന്റിസെപ്റ്റിക്. എല്ലാ സ്മോക്കിലും ഫിനോൾ എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു അംശമുണ്ട്. അത് ഫിനോൾ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഫിനോൾ നോർമലി ഈ റൂം ക്ലീനറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ബാത്റൂം ക്ലീനറൊക്കെ ആയിട്ട്. അപ്പൊ ഫിനോൾ ഒരു ആന്റിസെപ്റ്റിക് ആണ്. അപ്പൊ ഈ ഫിനോളിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ആ സ്മോക്ക് ചെയ്ത ഫിഷിന് പുറമെ ഈ ഒരു കവറിങ്, ഒരു ലെയർ ഫോം ചെയ്യും സ്മോക്കിന്റെ. അതിൽ ആന്റിസെപ്റ്റിക് ഫിനോൾ ഉള്ളത് കൊണ്ട് ബാക്ടീരിയ ഒന്നും ഗ്രോ ചെയ്തില്ല. രണ്ടാമതൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾസോ ഇമ്പാർട്ട് മീൻസ് പ്രൊഡ്യൂസസ് ഓർ ഗീവ്സ് എ ക്യാരക്ടറിസ്റ്റിക് കളർ ആൻഡ് ഫ്ലേവർ. ഒരു പ്രത്യേക ഒരു രുചിയും ടേസ്റ്റും ഒക്കെ സ്മോക്ക് ചെയ്ത ഫിഷിനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ പല നാടുകളിലും, നമ്മുടെ കേരളത്തിൽ അങ്ങനെ കോമൺ ആയിട്ടൊന്നും സ്മോക്ക് ഫിഷ് ഇല്ല. പക്ഷെ ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിലുണ്ട്, മാൽദീവ്സിലുണ്ട്, മറ്റു പല പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. ഈ സ്മോക്ക്ഡ് ഫിഷിന് വളരെയധികം പോപ്പുലാരിറ്റി ഉള്ള പല നാടുകളുണ്ട്. സോ ഫോർ ബെസ്റ്റ് റിസൾട്ട് the fishes are hung on a special structure in a special installation called a smoke house. ഇവിടെ നോക്കിയേ, ഇതുപോലുള്ള ഒരു സ്മോക്ക് ഹൗസിൽ ഇതുപോലുള്ള ഒരു പൈപ്പ് പോലെ എന്തെങ്കിലും സംവിധാനത്തിൽ ഫിഷിനെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ടോ. അവിടെ ഒരു 2 മരത്തിന്റെ കൊമ്പൊക്കെ അടിച്ച് ആ മരത്തിന്റെ ആണ് ഫിഷിനെ തൂക്കിയിട്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഹങ് ചെയ്തിരിക്കുക, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോൾ ചെറിയ രീതിയിലുള്ള സ്മോക്ക്, ആദ്യം ഒരു ഇന്ത്യൻ സ്മോക്ക് കൊടുക്കുന്നു, ഫോളോഡ് ബൈ ഒരു എന്താ പറയുക ലോവർ ടെമ്പറേച്ചർ സ്മോക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് സ്മോക്കിങ്ങിന്റെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സ്മോക്കിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാണ്, ഇറ്റ് ഗീവ്സ് എ സ്പെഷ്യൽ കളർ ആൻഡ് ടേസ്റ്റ് ടു ദ സ്മോക്ക്ഡ് ഫിഷ്.
Then smokehouse is made fireproof and very well insulated to retain heat. രണ്ട് കാര്യം ഇവിടെ ഉണ്ട്. ഒന്ന്, ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഇത് നോക്കി, ഇതൊരു ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കഴിയുന്നത്ര ഫയർ പ്രൂഫ് ആയിരിക്കണം, പെട്ടെന്ന് തീ പിടിക്കാതിരിക്കുന്നത്. ഇത് മരത്തിന്റെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു ലോക്കൽ ആയിട്ടുള്ള ടെക്നോളജി. പക്ഷെ അതിന്റെ മുകളൊക്കെ നോക്കിയാൽ വേറെ എന്തോ ഒരു മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ത് മെറ്റീരിയലാണ് എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ മിക്കവാറൊക്കെ കോൺക്രീറ്റ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും. കാരണം ഫയർ പ്രൂഫ് ആയിരിക്കണം, പെട്ടെന്ന് തീയിടുന്ന ഒരു സംവിധാനം, പെട്ടെന്ന് തീ ആളിക്കത്തി പ്രോബ്ലം ഡേഞ്ചർ ഒന്നും ഉണ്ടാവാത്ത ഒരു സാഹചര്യമായിരിക്കണം. Then it should be well insulated. രണ്ടാമത്തേതാണ്, ആൻഡ് വെൽ ഇൻസുലേറ്റഡ്. അത് ആവശ്യത്തിന് ഹീറ്റ് റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉപയോഗിക്കുക. അപ്പോൾ രണ്ടു മൂന്ന് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോക്ക് ചൂട് അധികം ഇത് ചൂട് പുറത്തോട്ട് പോകുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്കാണ് അവർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ദേ മേ ബി അഡോപ്റ്റിംഗ് കോൾഡ് സ്മോക്കിംഗ്. പക്ഷെ ഒരു ഇൻറ്റൻസ് ഹോട്ട് സ്മോക്കിംഗ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചൂട് റീറ്റെയിൻ ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പോൾ കോൾഡ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞ ഒരു 28 ഡിഗ്രിയിലൊക്കെയാണ് ചൂടാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നോളും, ഇത്ര ഇങ്ങനത്തെ ഒരു ഓപ്പൺ സെറ്റപ്പ് ആണെങ്കിൽ അത് നിന്നോളും. പക്ഷേ ഇഫ് യു ആർ യൂസിങ് കോൾഡ് സ്മോക്കിംഗ്, വി ഹാവ് ടു യൂസ് എ വെൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇതാണ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്കിനുള്ളത്. ദ നെക്സ്റ്റ് ഈസ് ദ പിക്ലിംഗ്. പിക്ലിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുന്നത്, പിക്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റ വാക്യം പറഞ്ഞ അച്ചാറിടുക എന്നുള്ള പറയാം. എന്നാണ് പിക്കിൾ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദ പിക്ലിംഗ് വിത്ത് സോൾട്ട് ആൻഡ് ടാമറിൻ ഈസ് അനദർ മെത്തേഡ് ഓഫ് ഫിഷ് പ്രിസർവേഷൻ. അത് മെയിനായിട്ട് സോൾട്ട് സൊല്യൂഷൻ, ടാമറിൻ്റെ മാളംപുളിയാണ് ടാമറിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്താ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇവിടെ ഞാൻ ചെറുണ്ണം കാണിച്ചത് കണ്ടോ. ഈ രീതിയിലുള്ള ഒരു മെത്തേഡിനെയാണ് പിക്ലിംഗ് എന്ന് പറയുന്നത്. അവിടെ ഫിഷ് ഇട്ടിരിക്കുന്നുണ്ട്, അതിൽ കുറച്ച് എന്താണ് മെയിനായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് സോൾട്ട് ഉണ്ട്, അസിറ്റിക് ആസിഡും ഉണ്ടാവും. ഇത് രണ്ടുമൊക്കെ ആഡ് ചെയ്ത സോൾട്ട് അല്ല, ഇതിൻ്റെ സോൾട്ടും ടാമറിൻ്റെ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ട് മെത്തേഡും മാത്രമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ ഗട്ടിങ്. ഗട്ടിങ് എന്ന വാക്കിനർത്ഥം റിമൂവൽ ഓഫ് ഗട്ട്, ഇൻഡസ്റ്റൈനും സ്റ്റൊമക്കൊക്കെ എടുത്ത് കളയാനാണ് ഗട്ടിങ് എന്ന് പറഞ്ഞത്. കാരണം ഈ ഇൻഡസ്റ്റൈനിലും സ്റ്റൊമക്കിലും അതുപോലെ ഗിൽസ്, ഇത് 3 ഏരിയയിലാണ് ഏറ്റവും അധികം ബാക്ടീരിയ സാധാരണ ഇതിൽ ഫിഷിൽ കാണുന്നത്. അത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയൽ ലോഡ്, ബാക്ടീരിയലിന്റെ പ്രസൻസ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് വി ആർ റിമൂവിങ് ദ ഗട്ട്. സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ബൈ ദ നെയിം ഗട്ടിങ്. And after gutting and washing, the fish is salted with a small piece of tamarind thrust into the abdomen of the fish. ടാമറിൻ്റെ പൊതുവെ അസിറ്റിക് ആസിഡ് ഉണ്ടാവും. അസിറ്റിക് ആസിഡിന്റെ ഒരു ഇതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റും രുചിയൊക്കെ വരുത്താൻ വേണ്ടിയാണ് വി ആർ പുട്ടിങ് ദ ടാമറിൻ. ടാമറിൻ എന്ന് പറഞ്ഞ വാളംപുളിയാണ്. അത് ആ ഫിഷിന്റെ സ്റ്റൊമക്കിലേക്ക് സ്റ്റഫ് ചെയ്ത് വെക്കുകയാണ് അവർ ചെയ്യുന്നത്. Then they are arranged in a layers in a barrel with sprinkling of salt and tamarind between layers. ഇത് സോൾട്ടും ടാമറിൻറ്റും കൂടി ഇട്ട്, ഇതിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് വേറൊരു ചെറിയ വ്യത്യാസമുള്ള ടെക്നിക്കാണ്. എനിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടിയില്ല. അപ്പോൾ സോൾട്ടും ടാമറിൻ്റെയും കൂടി ഉള്ള ഒരു ലെയറിൻ്റെ മുകളിലായിട്ടാണ് ഫിഷ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഹെവി വെയിറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ പൈൽ ആൻഡ് ബാരൽ ഈസ് ടെമ്പറലി ക്ലോസ്ഡ്. At the end of 3 or 4 days, salt brine is run out through a small hole made in the bottom. അതായത് ഇങ്ങനെ ഒരു ഉപ്പും വാളംപുളിയും കൂടി ഇട്ടിരിക്കുന്ന ലെയറിന്റെ മുകളിലായിട്ട് വെച്ച് 3-4 ദിവസം ഇത് ഫിഷിനെ ആ രീതിയിൽ കീപ്പ് ചെയ്യാൻ. അതിനുശേഷം ആ ഫിഷിന്റെ ആ ഒരു സോൾട്ടിന്റെ എഫക്റ്റ് കൊണ്ട് ഫിഷിന്റെ ബോഡിയിലുള്ള വാട്ടറൊക്കെ നമുക്ക് ഓരോ സോൾട്ട് വലിച്ചെടുക്കും. അപ്പോൾ വാട്ടർ എല്ലാം ഫിഷിന്റെ ബോഡിയിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഫിഷിന്റെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണ്. പിന്നെ അതിൽ ഒന്നും തന്നെ ബാക്ടീരിയ ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവില്ല. അപ്പൊ ബാക്ടീരിയ ഇല്ലെങ്കിൽ ഫിഷ് ഡീകേ ചെയ്യാതെ കുറെ ദിവസത്തോളം ഇരുന്നോളും. They are then pressed and barrel is filled with more fish from other barrel to make goods. അതായത് ഇങ്ങനെ ഇങ്ങനെ വെള്ളം റീറ്റെയിൻ ചെയ്ത് തന്നെ പ്രസ് ചെയ്ത് അതിൻ്റെ അകത്തെ ബോഡിയിലുള്ള വെള്ളം കൂടി ബാക്കിയുള്ള വെള്ളം കൂടി കളഞ്ഞ് മാക്സിമം ഡ്രൈ ആക്കുന്നതാണ്. അപ്പോൾ ഏതാണ്ട് ഒരു നല്ലൊരു 45 കിലോഗ്രാം പെർ കിൻഡലാണ്. ഒരു 1000 അത്രയും ഫിഷ് നമ്മൾ 1000 കിലോഗ്രാമിന് 45 കിലോഗ്രാം സോൾട്ടൊക്കെ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ കിൻഡല 100 കിലോഗ്രാമിന് 45 കിലോഗ്രാം സോൾട്ട് ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിനൊരു ശരിയായിട്ടുള്ള എഫക്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു ടെക്നിക്കാണ് നമ്മൾ പിക്ലിംഗ് എന്ന് പറയുന്നത്.
ഇനി അടുത്ത ഒരു മെത്തേഡ് നമുക്ക് നോക്കാം, ദാറ്റ് ഈസ് ദ കാനിങ്. കാനിങ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ വെരി എഫക്റ്റീവ് മെത്തേഡ് ഫോർ ഫിഷ് പ്രിസർവേഷൻ. കാരണം നമ്മൾ നേരത്തെ കണ്ടിരുന്ന രണ്ട് മെത്തേഡിലും നമ്മൾ ഇതെല്ലാം കുറച്ച് നാളത്തേക്ക് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ കാനിങ്, ഇങ്ങനത്തെ ക്യാനുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ കൊച്ചിയിലുള്ള ചില സ്ഥലത്തൊക്കെ ടൂണയെല്ലാം ഇങ്ങനെ ക്യാൻ ചെയ്ത്, ഇപ്പൊ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ടൂണയൊക്കെ ഇങ്ങനെ ക്യാൻ ചെയ്തിരിക്കുന്നത് കാണാം, ടിൻസ് കാണാൻ പറ്റും. അപ്പൊ അത് ഏകദേശം ഒരു 100, 130 രൂപ, 125 രൂപ, 150 രൂപയൊക്കെയാണ് അതിൻ്റെ ഒരു ക്യാനിന്റെ വില. അപ്പൊ അതിനകത്ത് ടൂണയാണ് മിക്കവാറും കാണുന്നത്. ടൂണ കൂടാതെ മറ്റു പല ഫിഷും ക്യാൻ ചെയ്ത് വരാറുണ്ട്. പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഫിഷ് ട്യൂണയാണ്. കാരണം ട്യൂണയുടെ ആ ഒരു മാംസത്തിന്റെ പ്രത്യേകത കൊണ്ടൊക്കെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാനിങ് എന്ന് പറഞ്ഞ ടെക്നിക്കിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പ്രധാനമായും അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. എന്താ ക്യാൻ ചെയ്തിരിക്കുന്ന ഫിഷ് ഒത്തിരി വർഷങ്ങളോളം വേണമെങ്കിൽ കീപ്പ് ചെയ്യാൻ പറ്റും. ദ പ്രോഡക്റ്റ് ഈസ് വെരി ഗുഡ് ആൻഡ് ഇറ്റ് ഈസ് മച്ച് ഫ്ലേവർ. അപ്പൊ അത് ഒരു വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഫിഷ് പെട്ടെന്ന് സ്പോയിൽ ചെയ്യാതെ മാസങ്ങളും ചിലപ്പോൾ വർഷം 2-3 വർഷമൊക്കെ വേണമെങ്കിൽ ഒരു ക്യാൻഡ് ഫിഷ് ഇരിക്കുന്നുള്ളൂ. ഫിഷ് പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The fish is cleaned and then cut into proper boneless pieces. ഇവിടെ നോക്കിയുണ്ടോ, ആദ്യത്തെ സ്റ്റെപ്പിലാണ് ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് ഫിഷിനെ കട്ട് ചെയ്യുന്നു, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അതിനെ കീപ്പ് ചെയ്യുന്നു. They are then brined or pickled to brine ചെയ്യുക അല്ലെങ്കിൽ പിക്കിൾ ചെയ്യാം. ഇത് രണ്ടിന്റെയും പർപ്പസ് ഇതാണ്, ടേസ്റ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം ഈ ഒരു മാംസം അല്ലെങ്കിൽ ഈ ഒരു ഫിഷിന്റെ ഇതെടുത്തിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒരു കുക്ക് ചെയ്യുന്നുണ്ട്. പ്രിലിമിനറി കുക്കിംഗ് ഈസ് ക്യാരിഡ് ഔട്ട്. സോ കുക്ക്ഡ് പീസസ് ആർ ദെൻ പുട്ട് ഇൻ ടു ക്യാൻസ്. അതിനുശേഷം ഇതുപോലത്തെ ചെറിയ ക്യാനിലേക്ക് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് മീറ്റ് ആണ്. ഇതുപോലെ ഓരോ ക്യാനിലും ഇതിനെ ഇട്ട് വെച്ചിരിക്കുക. അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ക്യാനിന്റെ അതിൽ കുറച്ച് ബ്രൈനൊക്കെ സാധാരണ ഇത് ബ്രൈൻ എന്ന് പറഞ്ഞാൽ സോൾട്ട് വാട്ടറാണ്. ചിലവർ ഉപയോഗിക്കുന്നത് ഓയിലായിരിക്കും. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഇൻ ബ്രൈൻ എന്ന് ചിലത് കാണാം. ബ്രൈൻ എന്ന് പറഞ്ഞാൽ സീ വാട്ടറോ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷനിലോ ആണ്. അതല്ല, വേറെ ചിലത് കാണും ഇൻ സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഓയിലായിരിക്കും ചിലപ്പോൾ. അപ്പം അത് കീപ്പ് ചെയ്യുന്ന ഏത് മീഡിയത്തിലാണോ അതിനനുസരിച്ച് ടേസ്റ്റിലോ ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. Then the cooked pieces are then put into cans. Then final cooking combines sterilization with the steam at a temperature of 110 degree. ഇവിടെ നോക്കിയേ, ആദ്യം ഈ രീതിയിൽ മീറ്റ് എല്ലാം നിറച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഓയിലോ വാട്ടറോ സോൾട്ട് വാട്ടറോ ആഡ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ലിഡ് വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഈ ലിഡ് വെച്ച് ഇത് കവർ ചെയ്തിരിക്കുക. കവർ ചെയ്ത ലിഡിനെ പിന്നെ ഒരു പ്രഷർ കുക്കർ പോലെ ഒരു അപ്പാരറ്റസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ആ പ്രഷർ കുക്കർ എന്ന് പറഞ്ഞ പാരസിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ഹൈ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 110 ഡിഗ്രിയിലും ഹൈ പ്രഷറിലും അത് നമ്മൾ ബോയിൽ ചെയ്യുകയാണ്. വളരെ ഉയർന്ന ഒരു പ്രഷറിലാണ് നമ്മളത് ബോയിൽ ചെയ്യുന്നത്. അത്രയും ഉയർന്ന പ്രഷറിൽ ബോയിൽ ചെയ്യുന്നതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്തുള്ള എല്ലാ, അതായത് നമ്മളിത് ലിഡ് വെച്ച് അടച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ 110 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യുന്നത്. അപ്പൊ 110 ഡിഗ്രിയിൽ ബോയിൽ ചെയ്യുമ്പോൾ ഈ ഒരു ക്യാനിനകത്തുള്ള എല്ലാ ബാക്ടീരിയയും മൈക്രോ ഓർഗാനിസവും ഡെഡ് ആവും. പിന്നെ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നില്ല. പിന്നെ നമ്മൾ ആ ക്യാൻ്റെ ലിഡ് എയർ ടൈറ്റ് ആയിട്ടാണ് അടച്ചിരിക്കുന്നത്. അപ്പൊ പുറമേ നിന്ന് ബാക്ടീരിയക്ക് കയറാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പൊ പുറമേ നിന്ന് there is no entry of bacteria, അകത്തുള്ള ബാക്ടീരിയനെല്ലാം നമ്മൾ കില്ല് ചെയ്ത് കളയുകയും ചെയ്തു ബൈ ഹീറ്റിംഗ്. അപ്പോൾ പിന്നെ ബാക്ടീരിയ എൻ്റർ ചെയ്യുന്നില്ല. ബാക്ടീരിയ എൻ്റർ ചെയ്യാത്തതുകൊണ്ട് അത് ആ ഫിഷ് സ്പോയിൽഡ് ആവാതെ കുറേ വർഷങ്ങളോളം ഇരുന്നോളും. പിന്നെ ഇതിൻ്റെ എല്ലാത്തിനും കുറേ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴേക്കും സ്വാഭാവികമായും ഈ ലിഡ് കുറച്ചും കൂടി വീക്കാവാം. അതുകൊണ്ടാണ് 2 വർഷത്തിന് 3 വർഷത്തിന് അപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത്. അപ്പൊ ആ ലിഡ് വീക്കാവാത്ത കാലത്തോളം, ലിഡിൽ ഒരു ചെറിയൊരു ഗ്യാപ്പോ മറ്റൊന്നും വരാത്ത കാലത്തോളം ഈ ഒരു ടെക്നിക്ക് ഏതാണ്ട് ഒരു 2-3 വർഷം വരെയൊക്കെ നമുക്ക് ഈ രീതിയിൽ ഫിഷിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിന്റെ കീപ്പിംഗ് പീരീഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ദ റോ മെറ്റീരിയൽ യൂസ്ഡ് ആസ് വെൽ ആസ് എ വാക്വം ക്രിയേറ്റഡ് ഇൻ സീൽഡ് ക്യാൻസ്. 2 കാര്യമുണ്ട്. ഒന്ന്, ഈ ക്യാനിൽ ഉപയോഗിക്കുമ്പോഴേക്കും ആ ക്യാനിലുള്ള എയർ പരമാവധി കളഞ്ഞുകൊണ്ടുള്ള ഒരു മെത്തേഡാണ്.
അപ്പൊ ആദ്യം അതിനു വേണ്ടിയാണ് ഇതിൻ്റെ അകത്ത് ഇത് ഓയിലും വാട്ടറും ഒക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലും വാട്ടറും ഒക്കെ കീപ്പ് ചെയ്യുമ്പോൾ എയറിന്റെ പ്രസൻസ് പരമാവധി കുറയും. എയർ ഇല്ല, കംപ്ലീറ്റ് ചെയ്ത് വാട്ടർ ഓർ ഓയിൽ ഈസ് ഓക്യുപ്പൈ. അതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതിനെ അപേക്ഷിച്ച് ടേസ്റ്റിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതാണ് കാൻഡ് ഫിഷിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കാൻഡ് ഫിഷ് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഇപ്പോൾ പറഞ്ഞിട്ട് ചില രാജ്യങ്ങളിൽ ഇപ്പം നിങ്ങൾ ചെറിയ റിമോട്ട് ഐലൻഡ്സിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ലക്ഷദ്വീപൊക്കെ തന്നെ എടുക്കുക. അതെന്ന് പറയുന്നത് എല്ലാവിധ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ കിട്ടുന്ന പോലെ എല്ലാവിധ ഫിഷും എല്ലാവിധ പച്ചക്കറിയും എല്ലാം കിട്ടുമായിരിക്കും. പക്ഷെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലെ ഒരു വെറൈറ്റി ഒന്നും അവൈലബിൾ അല്ല. എന്തെങ്കിലും ചില ഫിഷൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ എല്ലാ ഫിഷുകളും എല്ലാ വെജിറ്റബിൾസും ഒന്നും അവിടെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് പ്രത്യേകിച്ച് ഇത്തരം കാൻഡ് ഫിഷിന്റെയൊക്കെ പോപ്പുലാരിറ്റി കൂടുന്നത്. കാരണം പ്രധാനമായിട്ടും നമ്മൾ കാൻഡ് ഫിഷ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതാണ്, ഷെൽഫ് ലൈഫ്, അതായത് പ്രിസർവേഷൻ ലൈഫ് കൂട്ടാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആണ് കാൻഡ് ഫിഷിന്റെ കേസിലുള്ളത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കെമിക്കൽ പ്രിസർവേഷൻ. കെമിക്കൽ പ്രിസർവേഷൻ എടുത്താൽ simply the term from the term itself you can understand what you mean by chemical preservation. A number of drugs and chemicals are effective in preventing spoilage of fish. അതിൽ പ്രധാനമായിട്ടും അസ്കോർബിക് ആസിഡ് ഓർ വൈറ്റമിൻ സി. വൈറ്റമിൻ സി പ്രിവെൻസ് റാൻസിഡിറ്റി. റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കാറച്ചു വരിക അല്ലെങ്കിൽ കാറപ്പം എന്നൊക്കെ നമ്മൾ പറയും. ഓരോ നാട്ടിലും ഓരോ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഈ ഓയിലൊക്കെ കോക്കനട്ട് ഓയിലോ മറ്റുള്ള എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് സ്പോയിൽഡ് ആയി കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക സ്മെല്ലൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന കാണാൻ പറ്റും. അപ്പൊ അതിനെയാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്, സ്പോയിലേജ് ഓഫ് ഫാറ്റ് അല്ലെങ്കിൽ സ്പോയിലേജ് ഓഫ് ഓയിൽ. അപ്പോൾ വൈറ്റമിൻ സി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാറ്റിന്റെ സ്പോയിലേജ് അല്ലെങ്കിൽ ഫാറ്റ് ഡീക്കേ ചെയ്യുന്നതിന്റെ ഒരു ഇത് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. സോ വൈറ്റമിൻ സി ഓർ അസ്കോർബിക് ആസിഡ് പ്രിവെന്റ്സ് റാൻസിഡിറ്റി ഓർ സ്പോയിലേജ് ഓഫ് ഫാറ്റ്. ദെൻ മറ്റൊന്നാണ് ഐസ് കണ്ടെയ്നിങ് സ്മോൾ എമൗണ്ട് ഓഫ് സോഡിയം നൈട്രേറ്റ്. ഇതിനാണ് കെമിക്കൽ ഐസ് എന്ന് പറയുന്നത്. ഇത് സോഡിയം നൈട്രേറ്റ് ചെറിയ അളവിൽ ഉണ്ടെങ്കിൽ, സോഡിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ ഈ കല്ലുപ്പ് എന്നൊക്കെ കൊണ്ടാണ് പറയുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി സ്ട്രോങ് ആണ് ഈ സോഡിയം ക്ലോറൈഡിനെ അപേക്ഷിച്ച്. അപ്പൊ അങ്ങനെയുള്ള അത് ഐസ് ഉണ്ടാക്കുന്ന വെള്ളത്തിൽ സോഡിയം നൈട്രേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഐസിൽ സോഡിയം നൈട്രേറ്റ് ധാരാളം ഉണ്ടാവും. അപ്പോൾ ഐസിന്റെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്, അതോടൊപ്പം സോഡിയം നൈട്രേറ്റ് തരുന്ന ഒരു അഡീഷണൽ പ്രിസർവേഷൻ കൂടി ഉണ്ടാവും. സോ ദാറ്റ് വിൽ ബി ഇൻക്രീസിങ് ദ കീപ്പിംഗ് പീരീഡ് ഓഫ് ഫിഷ് ബൈ എ വീക്ക് ഓവർ ദ പീരീഡ് അച്ചീവ്ഡ് ബൈ, അതായത് ഒരാഴ്ച കൂടി എക്സ്ട്രാ നമുക്ക് കിട്ടും. ഈ ഒരു ടെക്നിക്കാണ് ഇന്നിപ്പോൾ മിസ്യൂസ് ചെയ്ത് ഫോർമുലിൻ വരെ യൂസ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് കൊണ്ടുവന്നത്. ഇപ്പൊ സോഡിയം നൈട്രേറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ മനുഷ്യ ശരീരത്തിന് വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷെ അതുകൊണ്ട് ഒരാഴ്ച വരെയൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് സ്ഥാനം ഫോർമുലിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മനുഷ്യ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാണ്. അപ്പൊ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ അതായത് പലപ്പോഴും ബിസിനസ്സുകാർക്ക് എങ്ങനെയും പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതി എന്നാണ് മനസ്സിലായത്. അത് ആര് ചത്താലും ആരെ കൊന്നാലും ഒന്നും അവർക്ക് വിഷയമില്ല. അങ്ങനെയാണ് എല്ലാ ബിസിനസ്സുകാരുടെയും ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ കൊറോണയുടെ ഒക്കെ കേസിൽ പോലും ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാരൊക്കെ എന്തുമാത്രം ലാഭമാണ് ഉണ്ടാകുന്നത്. അത് ഈ കൊറോണ ഇപ്പൊ വാക്സിൻ എടുത്താൽ പോലും എന്തുമാത്രം എഫക്റ്റീവ് ആണെന്ന് നമുക്കൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ അവര് അത് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന. ഒരു ദിവസം ഞാൻ പത്രത്തിൽ വായിക്കേണ്ടായിരുന്നു, പല സൗത്ത് അമേരിക്കൻ കൺട്രീസിനും ഫൈസർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് മെയിനായിട്ട് ആ ഭാഗത്തൊക്കെ വാക്സിൻ കൊടുക്കുന്നത്. അവർക്ക് വാക്സിൻ കൊടുക്കാൻ നേരത്ത് ഈ ഫൈസർ എന്ന കമ്പനിക്കെതിരെ ഒരു നിയമ നടപടികളും സ്വീകരിക്കാൻ പാടില്ല എന്ന ഗ്യാരണ്ടി ഗവൺമെന്റ് ആദ്യം കൊടുക്കണം. പിന്നെ രണ്ടാമത്തത് ഇതിന്റെ കാശ് തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള മിലിറ്ററി ബാരക്സ് വരെ എഴുതി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള വളരെ എന്താ പറയാ ഭീഷണിപ്പെടുത്തൽ ഈ രീതിയിലൊക്കെയാണ് പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ഇവിടെ പെരുമാറുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. സോ അതാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കെമിക്കൽ ഐസിന്റെ സ്ഥാനത്ത് ഫോർമുലിൻ ചേർത്ത ഐസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പ്രശ്നമാണുള്ളത്. Then antibiotics such as aureomycin is found to be very effective in preventing fish spoilage. അപ്പോൾ ഓറിയോമൈസിൻ എന്ന് പറയുന്നത് ക്ലോറോ ടെട്രാസൈക്ലിൻ എന്ന് പറയുന്നതാണ് ഓറിയോമൈസിൻ എന്ന് പറയുന്നത്. ദെൻ അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്.
Then even at a room temperature, a fish dipped in 50 ppm strength solution of antibiotic will keep the fish ഫ്രഷ് ഫോർ ഫ്യൂ അവേഴ്സ് ലോങ്ങർ ദാൻ അതായത് നമ്മളൊരു ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഒരു ആൻറ്റിബയോട്ടിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത ഒരു ഫിഷാണ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഫിഷ് വിൽ റിമെയിൻ വിത്തൗട്ട് എനി സ്പോയിലേജ് ഫോർ എ ലോങ്ങർ ടൈം. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം അതും കെമിക്കൽ പ്രിസർവേഷനിൽ വരുന്നതാണ്. ദെൻ വിനീഗർ എന്ന് പറയുന്നത് അസിറ്റിക് ആസിഡാണ്. നമുക്കറിയാം നമ്മളെ വീട്ടിൽ അസിറ്റിക് ആസിഡ് അല്ലെങ്കിൽ ടാർട്ടാർ ഇതിലൊന്ന് യൂസ് ചെയ്യുന്നതാണ് വിനീഗർ എന്ന് പറയുന്നത്. അപ്പം ആ രീതിയിൽ നമുക്ക് ഫിഷിനെ കുറച്ച് നാളും കൂടി കീപ്പ് ചെയ്യാം. ദെൻ ഫിനോളിക് കോമ്പൗണ്ട്സ് ലൈക്ക് ക്രിസാൾ, പൈറോഗാലൻ, ഗുയിക്കോൾ, ഇതൊക്കെ ആന്റിസെപ്റ്റിക് ഇത് ബേസിക്കലി ഇതെല്ലാം ഫിനോൾ അടങ്ങിയിട്ടുള്ള ആൻഡ് ദേ ആർ ഓൾസോ ഹെൽപ്ഫുൾ ഇൻ പ്രിവെന്റിങ് ദ സ്പോയിലേജ്. ഇത്രയാണ് നമ്മൾ കെമിക്കൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞ മെത്തേഡിലുള്ളത്.